വിവിധ ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടർമാർ അവിടുത്തെ സ്ഥിതിഗതികൾ എന്താണ് എന്ന് നമ്മളോട് വിശദീകരിക്കും. പത്തനംതിട്ടയിൽ നിന്ന് എ.ബി. ജയശങ്കർ, കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, എറണാകുളത്ത് ശ്യാംകുമാർ, ഇടുക്കിയിൽ രാഹുൽ വിജയൻ, കോഴിക്കോട്ട് ദീപക് ധർമ്മടം, കണ്ണൂരിൽ അരുൺ പൂപ്പറമ്പ, തിരുവനന്തപുരത്ത് മേഘന മുരളി, തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി, ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു. പത്തനംതിട്ടയിൽ ജയശങ്കറുണ്ട്. ജയശങ്കർ, പത്തനംതിട്ടയിൽ നിലവിലെ സാഹചര്യം എന്താണ്? ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ന് രാത്രിയാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുള്ളത്. ഇന്ന് രാത്രിയും നാളെ പകലും. അത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ, മണിക്കൂറുകളിൽ മഴ കുറയുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക എന്നതാണ്. മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം, തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം, മലയോര മേഖലകളിലുള്ളവർ കരുതലുണ്ടാകണം, അനാവശ്യമായ യാത്രകളുണ്ടെങ്കിൽ ഒഴിവാക്കണം, സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണം എന്നൊക്കെയാണ്. പത്തനംതിട്ടയിലെ സ്ഥിതിഗതികൾ എന്താണ്? രാവിലെ മുതൽ പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മലയോര മേഖലയിൽ ഉൾപ്പെടെ വലിയ തോതിൽ മഴ പെയ്തു. കോന്നിയിലും റാന്നിയിലും ചിറ്റാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിവിധയിടങ്ങളിൽ വെള്ളം കയറി. ഒപ്പം തന്നെ ഈ മഴയുടെ കാറ്റിൻ്റെയൊക്കെ ശക്തി മൂലം വിവിധ ഇടങ്ങളിൽ മരങ്ങൾ പൊടുന്നനെ വീഴുന്ന സാഹചര്യം ഉണ്ടായി. നിരവധി വീടുകൾക്ക് മുകളിലാണ് ജില്ലയിൽ മരം കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായത്. റാന്നിയിൽ അതിശക്തമായ മിന്നൽ ചുഴലിക്കാറ്റ് തന്നെ ഉണ്ടായി. 100-ലധികം മരങ്ങളാണ് ഇവിടെ കടപുഴകിയും ഒടിഞ്ഞും വീഴുന്ന സാഹചര്യം ഉണ്ടായത്. മണിക്കൂറുകൾ കഷ്ടപ്പെട്ടാണ് ഫയർഫോഴ്സ് ഗതാഗതം ഉൾപ്പെടെ പുനഃസ്ഥാപിച്ചത്. KCBക്ക് ഉൾപ്പെടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ജില്ലയിൽ പലയിടങ്ങളിലും വൈദ്യുത പോസ്റ്റുകൾ മറിഞ്ഞു വീണുകൊണ്ട് ഉണ്ടായതെന്നാണ് പ്രാഥമികമായ കണക്കെട്. എന്തായാലും ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടം ഇന്നുണ്ടായി. ഈ മലയോര മേഖലകളാണ് കൂടുതൽ മരങ്ങളും മറ്റും റോഡിലേക്കും വീടുകളിലേക്കും ഒക്കെ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ നടപടിക്രമങ്ങൾ നിലവിൽ സ്വീകരിക്കുന്നുണ്ട്. മൂഴിയാർ ഡാമിൻ്റെ ഒരു ഷട്ടർ ജലനിരപ്പ് അതിൻ്റെ പരമാവധി സംഭരണ ശേഷിയിലെത്തിയ സാഹചര്യത്തിൽ നിലവിൽ തുറന്നിട്ടുണ്ട്. ഈ ഡാമുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പുലർത്തണമെന്നൊരു മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം ഇതിനോടകം തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ജില്ലയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ കോന്നി, തിരുവല്ല താലൂക്കുകളിലായി നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിൽ വെള്ളവും മറ്റും കയറിയ ഇല്ലെങ്കിൽ അപകടകരമായ ഇടങ്ങളിൽ താമസിക്കുന്ന ആളുകളെയാണ് നിലവിൽ ഈ 2 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ജില്ലയിൽ 18ഓളം വീടുകൾ ഭാഗികമായി ഈ മഴക്കെടുതിയിൽ തകർന്നു എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. അതിൻ്റെ കണക്കും മറ്റും ജില്ലാ ഭരണകൂടം വൈകിട്ടോടുകൂടി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വലിയ ജാഗ്രത ജില്ലയിൽ വേണം. ഇന്ന് അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലേർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ ഓറഞ്ച് അലേർട്ടാണ്. അപ്പോൾ പോലും വലിയ തോതിലുള്ള മഴ വനമേഖലയിൽ ഉൾപ്പെടെ ഉണ്ടാകും. ഈ വനത്തിൽ മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ ജില്ലയിലെ പമ്പാ നദിയും അച്ചൻകോവിൽ ആറ് ഉൾപ്പെടെയുള്ള നദികളിൽ ജലനിരപ്പ് ഗണ്യമായ രീതിയിൽ ഉയരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നദീതീരങ്ങളിൽ ഉൾപ്പെടെ പോകുന്ന ആളുകൾ വെള്ളത്തിൽ ഇറങ്ങരുത്. ഒപ്പം തന്നെ വലിയ ജാഗ്രത നദീതീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ പുലർത്തണമെന്നൊരു മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി നൽകുന്നുണ്ട്. ആ മുന്നറിയിപ്പ് അതുപോലെ തന്നെ തുടരുകയാണ്. ഈ മഴക്കെടുതിയിൽ സാധാരണ ആളുകളെയാണ് വലിയ തോതിൽ അത് ബാധിച്ചിരിക്കുന്നത്. പല ആളുകളുടെയും വീടിന് മുകളിലേക്ക് മരം പൊടുന്നനെ കടപുഴകി വീണു. ചില വീടുകളുടെ മേൽക്കൂര ഉൾപ്പെടെ കാറ്റിൽ തകരുന്ന സാഹചര്യം ഉണ്ടായി. മഴയ്ക്കൊപ്പം തന്നെ കനത്ത കാറ്റും ജില്ലയിൽ വലിയ വെല്ലുവിളിയായി. വനപ്രദേശത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് വലിയ തോതിലുള്ള കാറ്റടിച്ചത്. ഈ കാറ്റിലാണ് പല വീടുകൾ തകരുന്ന രീതിയിൽ മരങ്ങൾ ഉൾപ്പെടെ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ജില്ലയിൽ ഇന്ന് രാത്രി അതീവ നിർണായകമാണ് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച്. അതുപോലെ തന്നെ നാളെ പകലും വളരെ നിർണായകമാണ്. നാളെ ഓറഞ്ച് അലേർട്ടാണുള്ളത്. പക്ഷേ കൃത്യമായൊരു ജാഗ്രത മലയോര മേഖലയിൽ ഉൾപ്പെടെ വേണമെന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. 1-ാം തീയതി വരെ ജില്ലയിൽ മലയോര മേഖലയുടെ എ.വി. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിലെ സ്ഥിതിഗതികളാണ് ജയശങ്കർ വിശദീകരിച്ചത്.